ഹലോ നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേലെ കഥയൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മഴ തോരും മുൻപേൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈതക്കൽ മാളികൾ വീട്ടിൽ വന്നിട്ട് എന്താ പറയുക, ഭയങ്കര ഗുണ്ടകളൊക്കെ കൂടെ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നെടുമ്പുരയ്ക്കൽ ഗോവർദ്ധൻ ഉണ്ടല്ലോ, ഗോവർദ്ധനോട് ഭവിത തട്ടിക്കയറുകയാണ്. അപ്പോൾ എന്താ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവളോട് തന്നെ ചോദിക്കണം, ഞങ്ങളെന്താ അച്ഛൻ്റെ മക്കളല്ലേ, എന്താ ഞങ്ങൾക്ക് അറിയണ്ടേ, എല്ലാ കാര്യങ്ങളും എന്താ അവളോട് മാത്രം ചോദിക്കുക, എന്താ അവളുമായിട്ട് ഇത്ര വലിയ ഡിസ്കഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഭവിത വലിയ ആൾ കളിക്കുന്നുണ്ട് കേട്ടോ ഗോവർദ്ധനോട്. അപ്പോൾ ഗോവർദ്ധൻ അങ്ങോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയും, നിൻ്റെ അമ്മ 2 കാലും ഒടിഞ്ഞ് ആശുപത്രി കിടക്കുക, നിൻ്റെ അച്ഛൻ അറ്റാക്കായിട്ട് ആശുപത്രി കിടക്കുന്നുണ്ട്, അതേ ആശുപത്രി കിടക്കുന്നുണ്ട്, നിൻ്റെ അനിയൻ നിൻ്റെ ചേട്ടൻ ബലാത്സംഗ കേസിൽ ജയിലിലും കിടക്കുന്നുണ്ട്, എന്നിട്ടും നിനക്ക് അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ, തറയിൽ നിൽക്കുക, നിനക്ക് ആദ്യം നീ തറയിൽ നിൽക്കാൻ പഠിക്കുക, എന്നിട്ട് പിന്നെ നീ എന്നോട് സംസാരിക്കുക, എന്താ ആരോട് എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയാം, ഈ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നത് എന്നോടാണ് കേട്ടോ, അതുപോലെ അലീനോടും ചോദിച്ചിട്ട് മതി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിന്നില്ല, അച്ഛനാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നീ വലിയ ആൾ കളിക്കല്ലേ, അത് നിൻ്റെ അഹങ്കാരം കുറയ്ക്കുക, നാളെ എങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതെന്ന് അറിയാം, ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക, നീയൊക്കെ നാളെ പുറത്തേക്ക് ഇറങ്ങിയ കല്ലേറ് കിട്ടും, അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ആ ഭവിതയ്ക്കുള്ള അഹങ്കാരത്തിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ഗോവർദ്ധന കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗോവർദ്ധനൻ അങ്ങോട്ട് പോകും. അത് കഴിയുമ്പോൾ നമ്മുടെ അലീന അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും സംശയം ചോദിക്കേണ്ടത് നീ എന്നോട് ചോദിക്കുക എന്ന് പറയേണ്ട അലീന. അപ്പോൾ പറയുക, നിന്നോട് ചോദിക്കണം, നീ ആരാ, നിന്നെല്ലാവരും കൂടെ നിൻ്റെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്, അപ്പോൾ പിന്നെ എനിക്ക് നീ വെറും പുല്ലാണ്, നീ എൻ്റെ ഒരു മുടിരോമത്തിൻ്റെ വില പോലും എനിക്ക് നിന്നോടില്ല എന്ന് പറഞ്ഞ് ഭവിത അഹങ്കാരം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മളെ കൃഷ്ണമോള് മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്, അവൾക്ക് സങ്കടം വരികയാണ്. അതിലും വലുത് പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അഹങ്കാരത്തിന് മക്കൾക്ക് ഒരു കുറവുമില്ലേ. അപ്പോൾ എന്നിട്ട് അനിലങ്ങനെ നോക്കില്ല, അനിലിൻ്റെ നമ്മളെ കൃഷ്ണമോളുടെ തോളത്തൊന്നിട്ട് തട്ടിയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ കാണാം ഇവിടെ കൈതക്കൽ മാളിക വീട്ടിൽ ഗുണ്ടകൾ വന്ന് മതിലിൻ്റെ അവിടെ, കാരണം ഉള്ളിക്ക് കറന്ന് നിവർത്തിയില്ല, അപ്പോൾ അവിടെ കടന്ന് ബഹളമാണ്, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ, അങ്ങനെയൊക്കെടാ ഇങ്ങനെയൊക്കെടാ എന്നാണ് ബഹളം. അപ്പോഴേക്കും കമല ഓടിപ്പോയി മനുവിനെ വിളിക്കുക, മനു പിന്നെ വാതിൽ തുറക്കുക, അവിടെ ആളുകൾ വന്ന് ബഹളം വെക്കുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ട് മനുവയ്ക്ക് എന്താ എന്ന് വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന് ബഹളം വെക്കുന്നുണ്ട്, നീ ഒന്ന് ചെല്ലുന്ന് പറയുമ്പോൾ, എന്തിനാ നിങ്ങളെ മകനെ ഹാരം കൊണ്ട് വന്നതാ, ഒരു പൂമാല എണീക്കാൻ വന്നതാ, അവർ പൂമാല എണീച്ചിട്ട് പോട്ടെ, ഞാനിതിന് അത് പോയി സ്വീകരിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ നീ എന്തെങ്കിലും ഒന്ന് പറയടാ, ഞാനെന്ത് പറയാനാ എന്ന് ചോദിക്കുന്നുണ്ട്. വളർത്തി വലുതാക്കി വിടുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നിങ്ങനെ പറയണ്ടേ, എടാ ഒന്ന് പറയടാ, അല്ലെങ്കിൽ നീ ഒന്ന് പോലീസിനെ വിളിക്കുകയെന്ന് പറയും. അങ്ങനെ അവർ ബാൽക്കണിയിൽ പോയി നിന്നിട്ട് നോക്കുന്ന സമയത്ത് അവിടെ കടന്ന് ബഹളമായാണ് ആൾക്കാർ. ഒരുത്തന്നെ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ അപ്പോൾ ആ സമയത്താണ് പോലീസ് വരുന്നത്. പോലീസ് വരുമ്പോൾ ഇവന്മാരെ കൂടെ ഓടുക. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ബാലേന്ദ്രൻ അറിയുന്ന പോലീസുകാരൻ എസ് ഐ തന്നെയാണ് തോന്നുന്നു. അപ്പോൾ അയാൾ അവരെ കാണുമ്പോൾ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞ് പോലീസുകാരൻ പോവും. അയാൾ ജീപ്പ് പോകുമ്പോൾ ഇവന്മാരെ ഓടിപ്പോവാണ്. അവിടെ ബഹളം വയ്ക്കാൻ വന്നവരൊക്കെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എടാ എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേടാ എന്ന് ചോദിക്കണം, ഹരി ഇറക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് ചോദിക്കണേ കമല മനുവിനോട്. എന്ത് ചെയ്യാനാ, അവനെ ഉടക്കട്ടെ, അവനെ അവിടെ നിന്ന് കിട്ടട്ടെ, അമ്മ വളർത്തി ദോഷം, അമ്മ എപ്പോഴും അവനെ കണ്ട് പഠിക്കാൻ പറഞ്ഞല്ലോ, ഇതാണോ ഞാൻ അവനെ കണ്ട് പഠിക്കേണ്ടത്, എപ്പോഴും അവനെ ന്യായീകരിച്ച് എവിടെ എത്തി എന്ന് ചോദിക്കാം. ഒന്നും മിണ്ടുന്നില്ല കമല. അപ്പോൾ പറയും പിന്നെന്തൊരു സമാധാനം വെച്ചാൽ രോഹിത്തുണ്ടല്ലോ കൂടെ. അപ്പോൾ അത് ശരിയാ, മനു പറയും അത് ശരിയാ, അവനും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു സമാധാനമായല്ലോ അമ്മേന്ന്. അപ്പോൾ എന്ന് പറയും, കാരണം അവളെ കളിയാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. അമ്മ ഇതൊരു കാര്യം ചോദിക്കുന്നതിനൊക്കെ കാരണം അലീനയല്ലേ ചോദിക്കുകയാണ് മനു. എന്താ സംശയം, നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയല്ലോ പിന്നെ അവളൊരൊറ്റ ഒരുത്തി വന്നിട്ടാണ് ഈ കുടുംബം ഇങ്ങനെ ആയത് എന്നൊക്കെ ഇങ്ങനെ പറയോ ഈ തല നിറച്ച് വേഷമാണ്, ഒരു രക്ഷയില്ല എന്നറിയാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിയുമ്പോഴേക്കും മനു മറ്റേ അച്ചമ്മ ഉണ്ടല്ലോ അവിടെ, അച്ചമ്മ വിളിക്കുന്നുണ്ട്, മനു പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റെയർ കയറാൻ നിൽക്കുന്ന അവൻ തിരിച്ച് വന്നിട്ട് അച്ചമ്മയുടെ റൂമിലേക്ക് ഇപ്പോൾ അച്ചമ്മ അവിടെ കടന്ന് വിളി, കാരണം ഈ ബഹളമൊക്കെ കേട്ടിട്ട് എന്താണെന്ന് അറിയണമില്ല. അപ്പോൾ കമലയെ വിളിക്കുന്നുണ്ട്, അവരുടെ അനുക്കുട്ടീന്ന് വിളിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ മനു ചെല്ലും. അപ്പോൾ എന്താ മുത്തശ്ശി എന്ന് വെച്ച് ചെല്ലണം. എടാ എന്താടാ അവിടെ കുറേ ആളുകൾ കടന്ന് ഗേറ്റിൻ്റെ അവിടെ കടന്ന് ബഹളം വയ്ക്കുന്നത്, നിങ്ങളാരും കേട്ടില്ലേ, ഇപ്പം കേൾക്കാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ പറയും കേട്ടു മുത്തശ്ശി അറിയും. എന്നിട്ട് എന്താ നിങ്ങളൊന്നും പറയാതെ, എന്താ അത് പ്രശ്നം എന്ന് വയ്ക്കുക. അപ്പോൾ എന്താ ഇപ്പോൾ മുത്തശ്ശിയോട് പറയാണ്ടിരുന്നിട്ട് ഇപ്പം എന്താ കാര്യം എന്ന് പറയുമ്പോൾ, എന്താടാ മോനെ എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നുമില്ല മുത്തശ്ശി, ഇവിടെ ഒരു അനിഷ്ട സംഭവം നടന്നു പറയും. ഇവിടെയോ, ഇവിടെ എന്താ നടന്നു, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ പറയുമ്പോൾ, ഇവിടെ അല്ല നമ്മുടെ കുടുംബത്താന്ന് പറയും. അപ്പോൾ എന്താ പറ, എന്ത് പറ്റി മോനെ, ആർക്കെങ്കിലും വല്ല വലിയ അസുഖം വന്നോ, എന്താ പ്രശ്നം എന്ന് പറയും.
അപ്പോൾ നമ്മുടെ ഹരിയില്ലേ, അപ്പോൾ ഹരിക്ക് എന്നാ പറ്റി എന്ന് ചോദിക്കും. ഹരിക്കല്ല, അവൻ്റെ 3-4 കൂട്ടുകാരും കൂടെ ഒരു കൊച്ചിനെ ഏതോ ഒരുത്തൻ്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് മറ്റേ പാലാരിവട്ടത്തല്ലല്ലോ, പിന്നെ ഏതൊരു സ്ഥലത്ത് പേര് പറയുന്നുണ്ട് കേട്ടോ, അവിടെ കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ ബംഗ്ലാവിൽ വെച്ചിട്ട് ബർത്ത്ഡേ ആഘോഷമായിരുന്നു എന്ന് പറയും. അതിൽ ഇവരും കൂടെ അങ്ങനെ ഞെട്ടുക. അപ്പോൾ പറയുമ്പോൾ ആ കൊച്ചിനെ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കാം. പിന്നെ ഊഹിക്കാമല്ലോ. അപ്പോൾ അറിയാം എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ റോഹിയുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ അയ്യോ ഇനി എന്നാ ചെയ്യും നമ്മൾ എന്നൊക്കെ അറിയാം. മോനെ നീ അവനെ ഒന്ന് രക്ഷിക്കടാന്നറിയാം. അവനെ രക്ഷിക്കണേ മുത്തശ്ശി എന്താ ഈ പറയണേ, അവനെന്താ ചെയ്യുന്നറിയോ, ഒരു കൊച്ചു പെൺകുട്ടിയോടാണ് അവനെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, അതറിയാമോ എന്ന് ചോദിക്കുക. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ ആദ്യം പിടിച്ചിട്ട് ഹരിനെ വിളിച്ചതാണ്. അങ്ങനെ ഹരി പോയിട്ട് ആണ് ചെന്ന് കൊടുക്കുന്നത് പോലീസ്. അങ്ങനെയാണ് ഹരിനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പറയും അവനിത് എന്നാ കേടാ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ് മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി പിന്നെ ഹരിനെ ന്യായീകരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പറയും മുത്തശ്ശിക്ക് ഒരു കാര്യം കേൾക്കണം, അല്ലെങ്കിൽ രോഹിത്തും ഉണ്ടോ അറിയും. രോഹിത്തും ഉണ്ടോ എന്ന് നോക്കിയോ. അപ്പോൾ പറയും എന്നാ ചെയ്യാനാ. അപ്പോൾ ഈ ബാലചന്ദ്രമേനോൻ, അപ്പോൾ അയാൾക്കാണ് കുറ്റം, അയാൾ കണ്ട വഴി പോയിട്ടാണ് കണ്ടതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് നമ്മളെ ഹരിക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ ഹരി എടുത്ത വഴിക്ക് വയ്ക്കുമ്പോൾ മുത്തശ്ശി പറയാൻ പാടില്ലത് എന്നാലും ഞാൻ പറഞ്ഞു പോവാം. മുത്തശ്ശിയുടെ മകൾ ഇതുപോലെ പണ്ട് ആഗ്രയെ പോയി നിന്ന് ഒരുത്തനോട്ട് പ്രേമമായിട്ട് അതിൽ ഗർഭം ഉണ്ടായിട്ട് ഇവിടെ വന്ന് പ്രസവിച്ചതോ ഇവിടെ നിന്ന് മുത്തശ്ശനും രാവണിയമ്മനും കൂടെ അല്ലേ കൊണ്ടുപോയിട്ട് ആ കൊച്ചിനെ അനാഥാലയത്തിൽ കൊണ്ടു കളഞ്ഞത് എന്ന് പറയും. അപ്പോൾ ഇവർ അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുക. കാരണം ഇതൊക്കെ അങ്ങാടിപ്പാട്ടായിരിക്കണം അവിടെ. കാരണം ഇതൊന്നും ഇവർക്ക് അറിയില്ല. കൊച്ചുമക്കൾ വരെ ആ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇവർക്ക് അറിയുന്നില്ല. അപ്പോൾ പറയും സ്വന്തം കുടുംബത്ത് എന്താണോ നടക്കുന്നതെന്ന് അത് ആദ്യം അറിയണം, എന്നിട്ട് മതി നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയെന്നറിയും. നിങ്ങളൊക്കെ ചെയ്തു വെച്ച ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത്, അല്ലാണ്ട് വേറൊന്നുമില്ല. കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമല്ലേ, അത് തിരിച്ചടിക്കുക. നന്മയാണെങ്കിൽ നല്ലതും കിട്ടും, ചീത്തയാണെങ്കിൽ ചീത്തതും കിട്ടും. ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പോൾ ശിവനെ ഇവിടെ വിവരം പറഞ്ഞു വയ്ക്കും. അച്ഛനെ വിളിച്ചു, അമ്മ വിളിച്ചിട്ട് ഫോണൊന്നും കിട്ടിയില്ല. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ സൗദിക്ക് എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോവുക, കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി സൗദിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. എന്തായാലും നോക്കട്ടെ, ആരെങ്കിലും വിളിക്കുമെന്ന് അറിയട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് മനു ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരുക. ഇപ്പോൾ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ കിടന്ന് കരച്ചിലാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ ഒന്നും പറയാൻ നിവർത്തിയില്ല, ഒന്നും ചെയ്യാനോ പറയാനോ നിവർത്തിയില്ല. അങ്ങനെ എല്ലാവരും ആകെ വിഷമത്തിൽ നിൽക്കുക. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഹരിനെ രക്ഷിക്കണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് ഇന്നത്തെ മഴ തോരും മുൻപേലെ കഥ. എന്തായാലും ആരും മിസ്സാക്കേണ്ട, കാണാൻ നല്ല നല്ല രംഗങ്ങളാണ് വരുന്നത്. മനുവിനെയും കൊണ്ട് ഇവിടെ വീട്ടിൽ വരുന്നത്, മനുവിനെയും കൊണ്ടല്ല ഹരിയെയും കൊണ്ട് വീട്ടിൽ വരുന്നുണ്ട്. അടിച്ച് പദം വരുത്തിയിട്ടാണ് ഹരിയെ കൊണ്ടുവരുന്നത്. പക്ഷെ അവൻ്റെ മുഖത്ത് ഒരു കുറ്റബോധത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ആരും മിസ്സാക്കരുത്, എല്ലാവരും കാണുക. കഥ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് മറിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റും പറയുക കേട്ടോ. ധൃതി പിടിച്ച് പറഞ്ഞുകൊണ്ടാണ്, സോറി. താങ്ക് യു.